കോഴ്സുകൾ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് കട്ട മോട്ടിവേഷൻ ആയിരിക്കും. അതെടുത്തു, അത് സൂപ്പർ ആയിരിക്കും. ഫ്യൂച്ചറിലാണെങ്കിൽ അത് കഴിഞ്ഞിട്ടേ വേറെ ജോലിയുള്ളൂ. എൻ്റെ മകൻ പഠിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് പഠിച്ചിട്ട് ഭയങ്കര സംഭവമാണ്. പിന്നെ ചിലത് എടുക്കാൻ പോകുമ്പോൾ നല്ല ഡിമോട്ടിവേഷൻ ആയിരിക്കും. കാരണം അത് പഠിക്കണ്ട, കാരണം ആ കോഴ്സ് പഠിച്ചിട്ട് എൻ്റെ മോൻ്റെ സമയവും കാശും ഒക്കെ പോവുകയാണ് ചെയ്തത്, അതുകൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും കോഴ്സ് നോക്കിക്കോ എന്ന് പറയും. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കരിയർ നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ അതിന് ചില സ്കില്ലുകൾ വേണം. ആ സ്കില്ല് നമുക്കുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് സെലക്ട് ചെയ്യാൻ പഠിക്കാം. ഒരു പക്ഷേ അത് സെലക്ട് ചെയ്ത ആൾക്ക് അതിന് വേണ്ടുന്ന സ്കില്ലായിരിക്കില്ല ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവരതിൽ ശോഭിക്കാനും പോകുന്നില്ല. നമ്മളൊരു സാധനം സെലക്ട് ചെയ്യുമ്പോൾ നമ്മളെയാണ് അനലൈസ് ചെയ്യേണ്ടത്. നമുക്കത് പറ്റുമോ, നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, പാഷൻ ഉണ്ടോ, സ്കില്ലുണ്ടോ, ഓവറോൾ നമുക്കതിനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടോ എന്ന് നോക്കാം. എന്നിട്ട് കോഴ്സ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാപനത്തിന് അതിനുപെട്ട അംഗീകാരങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആരെങ്കിലുടെയും മോട്ടിവേഷനിലോ ഡിമോട്ടിവേഷനിലോ നമ്മൾ ഒരു കോഴ്സ് സെലക്ട് ചെയ്യോ ഡ്രോപ്പ് ചെയ്യോ ചെയ്താൽ ഇൻ ഫ്യൂച്ചർ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കേണ്ടതായിട്ട് വരും. ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്.